ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി മെസ്സേജാണ്. എല്ലാവരും ഇത് ഓർത്ത് വെക്കുക, അതുപോലെ തന്നെ ഇതുപോലെ ചെയ്യട്ടോ. അപ്പോൾ മുരിങ്ങ താളിപ്പാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. മുരിങ്ങ താളിപ്പ് എന്ന് പറയുമ്പോൾ മുരിങ്ങ കൊണ്ട് എന്ത് കറി വെച്ച് കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇലക്കറികൾ കഴിക്കുന്ന ആളാണ്. കൂടുതലും മുരിങ്ങക്കറി ആയിരിക്കും കേട്ടോ, അല്ലെങ്കിൽ പരിപ്പ് മുരിങ്ങ, അല്ലെങ്കിൽ മുരിങ്ങ താളിപ്പ്, അല്ലെങ്കിൽ മുരിങ്ങ തോരൻ. ആഴ്ചയിൽ എന്നും പറയും പോലെ ഈ ഒരു കറി എനിക്ക് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. നാളികേരം അരക്കാതെയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ കൊണ്ട് പറയുകയാണെങ്കിൽ പ്രഷറുള്ള ആൾക്കാർക്കൊക്കെ മുരിങ്ങ കഴിക്കുന്നത് നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, പ്രതിരോധ ശക്തിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ അടുത്ത് എനിക്ക് ഒരു പനി വന്നപ്പോൾ ഞാൻ ചെക്കപ്പ് ചെയ്തപ്പോൾ എനിക്ക് പ്രഷർ 84 പ്രഷറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മുരിങ്ങ ഈ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്ക് പ്രഷർ അങ്ങനെ കുറഞ്ഞു പോയത്. അപ്പോൾ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഉള്ള ആൾക്കാർക്കൊക്കെ മുരിങ്ങ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ കണ്ട അസുഖങ്ങൾക്കൊക്കെ നല്ല കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ മുരിങ്ങ അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞതുപോലെ എനിക്കൊക്കെ മുരിങ്ങ കഴിച്ചതുകൊണ്ടാണ് എനിക്ക് പ്രഷർ പറ്റേ കുറഞ്ഞു പോയത് കേട്ടോ. പ്രഷർ കുറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ആപത്താണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.